അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുഹമ്മദ് അലി പഴയിലക്കടി. നമ്മൾ ആരെങ്കിലുമൊക്കെ ഹജ്ജിനോ ഉംറക്കൊക്കെ പോയി, അല്ലെങ്കിൽ ഹറമിൽ ജുമ നമസ്കാരത്തിന് പോയി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു നമസ്കാരത്തിന് പോയി എന്ന് വിചാരിച്ചോളി. നിസ്കാരം തുടങ്ങണക്കായാലും കുറച്ച് മുമ്പാണ് നമ്മുടെ ഒന്നു പോയി എന്ന് കരുതുക. ഒന്നു പോയെങ്കിൽ നമുക്ക് ഓടിപ്പോയിട്ട് ഒന്നു എടുത്തിട്ട് വരാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം പുറത്തു പോയിട്ട് ഒരു വാതിൽ കൂടെ പുറത്തു പോയി ചിലപ്പോൾ ആ വാതിൽ കൂടെ തന്നെ ഒന്നുകൊടുത്ത് തിരിച്ചു വരാൻ പറ്റില്ല. ചിലപ്പോൾ വേറെ വാതിൽ കൂടെ വരേണ്ടി വരും. ചിലപ്പോൾ ഇരുന്ന് അതേ സ്ഥലത്ത് പോയി ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമസ്കാരം തുടങ്ങേണ്ട നേരത്താണ് നമ്മുടെ ഒന്നു പോയി എന്ന് വിചാരിക്കുക. എന്ന് നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ളൊരു ഏറ്റവും നല്ലൊരു ഐഡിയയാണ് ഞാൻ പറയുന്നത്. ഇതാണോ, ഇത് ഒരു സ്പ്രെയറിൻ്റെ ബോട്ടിലാണ്. ഈ ബോട്ടിൽ അതേപോലെ ഒരു ചെറിയൊരു ടർക്കി. ഇത് നമ്മളെപ്പോഴും പള്ളിയിൽ പോകുമ്പോൾ, ഹറമിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ട്രെയിനിൽ യാത്രയിൽ നിസ്കരിക്കണം തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബസ് യാത്രയിൽ നിസ്കരിക്കണം തോന്നുകയാണെങ്കിൽ, ഇടയ്ക്ക് ഒന്ന് പോകുന്നുള്ള തോന്നുന്ന ആൾക്കാർക്ക് ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാരണം എന്താ അറിയാം, നമ്മുടെ ഒന്ന് പോയിന്ന് കണ്ടാൽ നമ്മൾ ഇങ്ങനെ ഒരു ടർക്കി എടുത്ത് മടിയിൽ വിരിക്കുക. മടിയിൽ വിരിച്ചതിന് ശേഷം നമ്മൾ ഈ സ്പെയറിൽ ഏറ്റവും വളരെ സ്പീഡ് കമ്മിയിലാക്കി വെക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമ്മൾക്ക് ഒലുവിന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല മുൻകൈ കഴുകലും വായിൽ വെള്ളം കയറ്റി മൂക്കിൽ വെള്ളം കയറ്റിയൊക്കെ ചീറ്റലൊന്നും നിർബന്ധമുള്ള കാര്യം ആദ്യം മുഖം കഴുകലാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് ആദ്യം മുഖം കഴുകുക. കണ്ടോ, മുഖം കഴുകണ വെള്ളം നമ്മുടെ ടർക്കിയിലേക്കാണ് വറ്റുക. മുഖം കഴുകൽ കഴിഞ്ഞു. പിന്നെ കഴുകേണ്ടത് നമ്മുടെ കയ്യാണ്. കയ്യിലേക്ക് ഈ കയ്യിൻ്റെ ഈ ഭാഗം മുതൽ ഇതുവരെ, മുഖം എന്ന് പറഞ്ഞാൽ ഇതുവരെയാണ് മുഖം കഴുകൽ. അത് കഴുകി കഴിഞ്ഞു. ഇനി കയ്യിലേക്ക്, ഈ ടർക്കിയിലേക്കാക്കിയിട്ട് തന്നെ നമുക്ക് കയ്യിലേക്ക് ഇങ്ങനെ വെള്ളം അടിക്കുക. വളരെ കമ്മിയാക്കി വെച്ചാൽ മതി. വലത്തെ കൈ കഴുകൽ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇടത്തെ കൈയും. അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. ഒക്കെ നമ്മുടെ ടർക്കിയിൽ തന്നെ ഈ വെള്ളം വരുള്ളൂ. ഇടത് കൈയും കഴുകൽ കഴിഞ്ഞു. നിർബന്ധമുള്ള കാര്യങ്ങൾ മാത്രമായിട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് തല തടകലാണ്. അതിന് കയ്യിലേക്ക് വെള്ളം എടുക്കുക, ഈ കയ്യിലേക്കും വെള്ളം എടുക്കുക. എന്നിട്ട് ചെവിയിൽ വിരൽ വെക്കുക. എന്നിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ചെവി തടവിൽ കഴിഞ്ഞു. ഇനി ഈ ടർക്കിയിൽ തന്നെ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കാല് കഴുകും ചെയ്യുക. ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. വീഡിയോയിൽ കാണില്ല എന്നുള്ളൂ. ഒരു കാല് കഴുകിക്കഴിഞ്ഞു. ഇതേപോലെ മറ്റേ കാലും കഴുകുക. അപ്പോൾ നമ്മൾക്ക് എവിടേക്കും നീച്ചു പോകേണ്ട ആവശ്യം വരുന്നില്ല. ഹറമിലാണെങ്കിലും മറ്റുള്ള ബസ്സിലാണെങ്കിലോ ട്രെയിനിലാണെങ്കിലോ ഒക്കെ ഈ കാലും കഴുകൽ കഴിഞ്ഞു. ഇനി ഒന്നുവിന് ശേഷമുള്ള ദുആ ചെയ്യുക. അപ്പോഴേക്കും ഇക്കാമത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നാണ് ചെയ്യുക. ട്രെയിനിലാണെങ്കിലും നീറ്റ് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, എപ്പോഴും പെട്ടെന്ന് ഒന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് ഇത് കരുതി വെച്ചാൽ വളരെ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഹറമിലൊക്കെ പോകുമ്പോൾ, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒതുവെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ, അതായത് ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഭക്ഷണത്തിൽ ക്രമീകരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇതെൻ്റെ സ്വന്തമായിട്ട് ഒരു അഭിപ്രായമില്ല, വേറൊരു വീഡിയോ കണ്ടിട്ട് പറഞ്ഞതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹ് ഹൈറാക്കട്ടെ. എൻ്റെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.